ഇതുപോലെ ഷെട്ടിൻ ട്രൗസർ ഊരി വെച്ച് വീട്ടിലറിയാതെ കുളിക്കാൻ പോകാത്തവരായിട്ട് ആരുമില്ല. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലു. ഇതുപോലൊരു കാഴ്ച കണ്ട് പഴയ കാലത്തേക്കൊന്ന് പോയി വരാം. കൂട്ടത്തിൽ ഇപ്പൊ ഒരു 5 പേരുണ്ടെങ്കിൽ 3 പേര് എങ്ങനെയൊക്കെ വീട്ടിൽ നിന്ന് വിടും. പക്ഷെ ബാക്കി വന്ന 2 പേരെടുക്കുന്ന റിസ്ക് ഉണ്ട് പൊന്നു മോനെ. കുടുംബത്തിലെ 2 പേര് കെട്ടിച്ചും വിട്ട് വീട് കെട്ടിയ പോലത്തെ റിസ്ക് ആണ് എടുക്കാൻ പോണത്. അത്രയും വലിയ റിസ്ക് ആണെങ്കിലും ആദ്യം പറഞ്ഞ 3 പേര് അതിനെ റിസ്ക് ആക്കി മാറ്റും. എന്ന് വെച്ച് എല്ലാരും കൂടി തന്ത്രങ്ങൾ പുറത്തെടുക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മടുപ്പ് വരുന്തോറും കുളിച്ചോണ്ടിരിക്കും. ഇനിയിപ്പോ എത്ര തന്നെ മടുപ്പ് വന്നാലും വീണ്ടും വീണ്ടും കുളിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവിടെ ഇവിടെ എവിടേക്ക് കുറച്ച് പേടി ഇങ്ങനെ ഓടിക്കളിക്കും. എങ്ങാനും വീട്ടിൽ നിന്ന് പിടിച്ച കഴിഞ്ഞ കഥ. ഒരടി കൊണ്ടൊന്നും ഒരിക്കലും നിൽക്കൂല. തെങ്ങിന്റെ പട്ട കൊണ്ട് കിട്ടുവാട്ടി. അതും ഉമ്മാന്റെ വക, ഉപ്പാന്റെ വക, ഉമ്മമാന്റെ വക, പിന്നെ കുടുംബക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺലിമിറ്റഡ്. ചില നല്ല കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം അവര് പിന്നിൽ പോയി നിൽക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ അടി അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. അങ്ങനെ പേടിച്ച് പേടിച്ച് മതി വരും തോറും കുളിച്ചു കഴിഞ്ഞതും നമ്മൾ കുളിച്ചു എന്ന കാര്യം വീട്ടിലാരും അറിയാത്ത വിധം വീട്ടിലേക്ക് കേറിപ്പോണം. ഇതാണ് മോനെ മെയിൻ അവസാനത്തെ തന്ത്രം. ഇനി പറയാൻ പോണത് ചെയ്തവരുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. തോട്ടിലും കുളത്തിലും കുളിച്ചതാണെങ്കിൽ മുഖവും കയ്യും കാലൊക്കെ കണ്ടാ വേറെ തന്നെ അറിയും. അതറിയാണ്ടിരിക്കാൻ വേണ്ടി കയ്യിലും കാലിലും മേത്തും മുഴുവനും കുളി കഴിഞ്ഞതിൽ ലേശം മണലെടുത്ത് തേച്ചു വിടും. പക്ഷെ നേരത്തെ പറഞ്ഞ 3 പേരിൽ അവരാണ് രാജാവ്. ആ ഒരു നിമിഷം അവരെ 3 പേര് ലൈഫ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി കൊതിച്ചു പോകും. എന്നിട്ടൊരു പറച്ചിലുണ്ട്, എടാ നിങ്ങളെ വീട്ടുകാരെ പോലെ എന്നാ നമ്മളാവുക. അന്നൊന്നും ഒരിക്കലും വിചാരിച്ചില്ല ചാടി കുളിച്ചതും തല്ലുകൊണ്ടതും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ദിവസങ്ങളും നിമിഷങ്ങളും ആണ് എന്ന്. ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോ കുട്ടിക്കാലങ്ങളെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് സന്തോഷിക്കാൻ ശ്രമിക്കുക. അപ്പസ്സലാം.